നീനാണ് ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ ഫൺ ടൈം വിത്ത് ക്യാൻഡി. സോ എൻ്റെ ചിറ്റയുടെ എൻഗേജ്മെൻ്റ് ആണ് നാളെ. അപ്പോൾ അതിന് നമ്മൾ ഇന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ തലേ ദിവസമാണല്ലോ വൈബ്. അപ്പോൾ ആലുവ മെട്രോ ലൈക്ക് നമ്മൾ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നിന്നും ആലുവ മെട്രോ സ്റ്റേഷൻ വരെ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ച് വേണം നമ്മൾ കുറുമശ്ശേരിയിലെത്താൻ. സോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ്. കാത്തിരിക്കുമായിരുന്നു ചിറ്റയുടെ കല്യാണവും എൻഗേജ്മെൻറ്റും ഒക്കെ. അപ്പോൾ എന്തോ ഭയങ്കര ഹാപ്പിനെസ്സോടെ ഞങ്ങൾ പോകുന്നത്. ചിറ്റയാണ്, പക്ഷെ ഞങ്ങൾ കസിനായിട്ട് കൂട്ടി. പുള്ളിക്കാരുടെ എൻഗേജ്മെൻ്റ് ആണ് നാളെ. സോ നമ്മൾ ഇന്നവന് പോവാണ്. മെട്രോയിൽ കയറി തിരക്ക് പിടിച്ച് പോവാണ്. ഞങ്ങളുടെ 2 കസിൻസ് ആലുവയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയിട്ടില്ല, ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മെട്രോ എത്തി. അങ്ങനെ ഞങ്ങൾ കൃത്യം മെട്രോ വരെ 1 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിരുന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴേക്കും മെട്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറിയിരുന്നു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഭാഗ്യത്തിന് സീറ്റ് കിട്ടി, അത് തന്നെ നല്ല കാര്യം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മെട്രോയിൽ പോയാൽ സീറ്റൊന്നും കിട്ടാറില്ല ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ആലുവയിലെത്തി. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നമ്മൾ ആലുവയിലെത്തി. അപ്പോൾ നമ്മുടെ 2 കസിൻസ് ഓൾറെഡി ആലുവയിലുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും ഇന്നെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അവർ ഞങ്ങളെ പിക്കാൻ വേണ്ടി താഴെ നിന്നിപ്പുണ്ട്. സോ ഞങ്ങൾ അവരെ കാണാനുള്ള ത്രില്ലിൽ തിരക്കാണ്. എന്നിട്ടും എങ്ങനെയൊക്കെയോ ചാടി പെടഞ്ഞ് ഓടി നടന്ന് ചിരിച്ചും കളിച്ചും ഒക്കെ അവിടെ എത്തി ഗൈസ്. സോ ഇവിടെ എത്തുമ്പോൾ അവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ട് ഗൈസ്. എനിക്ക് ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം. ഇത്രയ്ക്കൊക്കെ ബീജം ഇട്ട് തള്ളാൻ വേറെ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. കുറച്ച് നാളിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. കാണുമ്പോഴൊക്കെ ഞങ്ങൾ വൈബാണ്, അതാണ്. അങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. ഒരു വൈകുന്നേരം സമയമായിട്ട് തന്നെ ഞങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കടയൊക്കെ തപ്പി നടക്കുവാണ്. റൈറ്റ് നൗ ഇപ്പോൾ പാറുവിൻ്റെയും പല്ലുവിൻ്റെയും പാരൻസ് കൂടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ ബസ് കയറ്റി വിട്ടാൽ പിന്നെ ഇവരുണ്ടാവില്ല. ഞങ്ങൾ 4 പേര് മാത്രം, ഞങ്ങളുടെ മാത്രം ലോകം. അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി കുറേ ജ്യൂസും എന്തൊക്കെയൊക്കെയോ കഴിച്ചു. അപ്പോൾ ഇതാണ് പാറുവിടെ അമ്മ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബസ് സ്റ്റാൻഡിലോട്ട് പോയി. ഞങ്ങളെ 4 പേരെയും കൂടി ബസ്സിൽ കയറ്റി അങ്ങ് വിടുവാണ്. ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളൊരു ഒരു ടോൺ അതിലുണ്ടായിരുന്നു, വിട്ടോ എന്ന് പറഞ്ഞപ്പോൾ. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരത്തോളം ഒടുക്കത്ത ബ്ലോക്കിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. പുറകിൽ നിന്ന് ഒച്ചയുള്ളതുകൊണ്ട് കേക്കില്ലായിരിക്കും. നമ്മൾ വോയിസ് ഓവർ മാക്സിമം കൊടുക്കാം ഗൈസ്. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരുന്നു. അതെ, ഞങ്ങൾ ഒരുമാതിരി കാടും മലയും കയറി വരുന്ന പോലെ ബസ്സില് ചമ്മന്തിയായി വരുന്നത്. നമ്മുടെ ഒച്ച കേട്ട് അതെ, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിയാലും ആ സ്റ്റോപ്പിൽ നിൽക്കുന്ന 10,000 കണക്കിന് ആൾക്കാർ മാള ബസ്സിൽ കയറാൻ. 2 പേര് കയറും. അതെ അതെ, അതായിരുന്നു കണക്ക്. സോ ഫൈനലി ഞങ്ങൾ നമ്മളെന്തോ പോയപ്പോ എനിക്ക് ശ്വാസം മുട്ടായിരുന്നു. ഞാൻ പിന്നീട് ആദ്യമേ കൊടുക്കും പറഞ്ഞു. അതല്ല, എന്റെ ബാഗൊക്കെ പൊട്ടി കഴിച്ചിന്റെ ഇടയില്. ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, അതിന്റെ വള്ളിയൊക്കെ പൊട്ടിയാക്കി കുടുങ്ങി വലിച്ചെടുത്തപ്പോ പൊട്ടി. ബാഗ് മുകളിൽ താഴേക്ക് കയറിയിട്ട്. അതെ, ഒരു ചേട്ടനിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആ ചേട്ടൻ വിൻഡോയിൽ കൂടെ എറിഞ്ഞു തരുമായിരുന്നു ഗൈസ്. നന്ദി പറയുന്നത് ആ ചേട്ടൻ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിരുന്നു. ഇനി ഇങ്ങോട്ടല്ലേ പോണ്ടേ കുട്ടികളെ? ഇതിൽ കൂടെ നല്ലത് ഇതാണ് ഗൈസ്. കൂരി ഇരുട്ടി. എടോ, ക്യാമറയിൽ പിന്നെ ലൈറ്റ് ആണ് ഗൈസ്, നേരിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എടോ, ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മളൊരുമാതിരി പേടിപ്പിക്കല്ലേ. ഫ്ലാഷ് ഓൺ ആണ്. ക്യാമറ നോക്കി നടന്നോളൂ ഗൈസ്, ക്യാമറയിൽ വെട്ടമുണ്ട്. ആരോ വരുന്നുണ്ട്. അല്ല, ചേട്ടനാണ്. പേടിപ്പിക്കൂല. വേറെ ആൾക്കാരാണ്. പക്ഷേ നമ്മളെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? അയ്യോ, വെളിച്ചെടുക്ക.
ഫൈനലി ഗൈസ് ഞങ്ങളിപ്പോ അമ്മ വീട്ടിൽ വന്നേക്കാണ്. പക്ഷെ ഞങ്ങളിപ്പോ കാട്ടിൽ അഡ്വഞ്ചർ ട്രിപ്പ് ഒരു ഹൊറർ ഫീലിംഗ്. എന്നെ എടുക്കും ഗൈസ്. ഹലോ ഗൈസ്, നമ്മള് നടക്കാണ്. മറ്റേ സാധനം പോലെ ഗൈസ് മിണ്ടാണിക്കാൻ സിനിമ കണ്ടില്ല. സോ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. വരൂ, കാട്ടിലൂടെയാണ് സഞ്ചാരം. കാണാൻ പറ്റും. എന്റെ ബാഗ് അവിടെ, എന്റെ പച്ച ബാഗ് അവിടെ. അതിലെന്റെ ഫോൺ ഉണ്ട് ഗൈസ്. മറ്റേ സാധനം ഇവിടുത്തെ ആൾക്കാർക്ക് പ്രേതം വന്ന എനിക്ക് സത്യം കേട്ടോ. ഓക്കെ ഗൈസ് എന്റെ പൊന്നി എടി ഇവിടെ വഴിയില്ലെന്ന് കണ്ടോ? അതാ ഞാൻ പറഞ്ഞു. എടി ഞങ്ങൾ ഇതിൽ കൂടെ കണ്ടോളാം. പിന്നെ അവരുടെ ഇതിൽ കൂടെ കാണാലോ. ഓ ഇതിൽ കൂടെ അല്ലല്ലോ, ഞാൻ വഴിയൊക്കെ സോ ബ്യൂട്ടിഫുൾ. നീ ഇറങ്ങി കയ്യിലെ മുള്ളു കമ്പിയുടെ മാറടി. ഫുൾ വീഡിയോ. ഗൈസ് ഈ മുള്ളു വേലിയിൽ എന്റെ മുള്ളു കൊണ്ടുവന്നു. ഈ മുള്ളു വേലിയിൽ എന്റെ മുള്ളു കൊണ്ടു. നാട്ടുകാരൊക്കെ വല്ല പറയാ തുടങ്ങിട്ട് ആരാ ഞാൻ നന്ദോ പാറ ഞങ്ങളെല്ലാരും അതിനെന്നറിയോ ആണാ അവിടെ വരെ കേട്ട് ഇല്ല. നാളെ വരും. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പേടിച്ചു ഗൈസ് ഞങ്ങളുടെ ഒച്ച വിട്ടിട്ട്. ഗൈസ് ഇന്ന് നമ്മൾ വെറുതെ ചിത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നു അറിയോ? വച്ചനെ കാണിച്ചു. ഗായ്സ് നമ്മുടെ ബ്രൈഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ കോലം കണ്ടാൽ അറിയാം ഞങ്ങൾ വളരെ സാഹസികമായാണ് എത്തിയിരിക്കുന്നത്. അതെ, അഡ്വഞ്ചറസ് ട്രിപ്പ്. ഇവിടെ ഒരാളെ കൂടി ഉണ്ട്, പുള്ളിക്കാരി അവിടെ അതെ പരദൂഷണം ചേച്ചിയേക്കണ്ട. അതെ, അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താ? ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാ, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം, വയ്യം പഠിക്കാം, ഇതൊക്കെ ചെയ്യണം. പിന്നൊന്നുമില്ല, നമ്മുടെ ഒരാള് വരാനുണ്ട്, അവൻ വരണം. ശിവപ്രസാദ് ആലുവയില് കറങ്ങിടിച്ച് കളിക്കാണ് ഗൈസ്. അവന് പിന്നെ അപ്പൂസും വരണം. അതെ അതെ, നമ്മുടെ ബ്രൈഡിന്റെ അനിയനാണ്. ഇനി നമ്മുടെ പരിപാടി എന്താണ്? ഇങ്ങോട്ട് വരൂ. മെഹന്തി ചേച്ചി കൂടെ വാ. മെഹന്തി തോറ മെഹന്തി വായു നോക്കാം. പതിന്റെ വ്ളോഗാട്ടോ. ഹലോ. അടിപൊളി സീൻ, സൂപ്പർ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് മൈലാഞ്ചിയൊക്കെ അവരിട്ട് തീർന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു കയ്യിലേക്ക് ഇട്ടിരുന്നു, മറ്റേ കയ്യിലും ഏകദേശം തീരാറായി. അപ്പോൾ ഈ മൈലാഞ്ചിക്ക് കളർ കൂടുതൽ വരാനാണോ എന്ന് എനിക്കറിയില്ല, അതിനാന്ന് തോന്നുന്നു. ഈ നാരങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒപ്പി വെച്ച് നല്ല അടിപൊളിയായിട്ട് കളർ വരുന്നു പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും പോയി നാരങ്ങ എല്ലാം എടുത്ത് ഇങ്ങനെ ഒപ്പിച്ച് സെറ്റാക്കുമായിരുന്നു. മാത്രമല്ല കിട്ടിയ ഗ്യാപ്പിന് ഞങ്ങളും മൈലാഞ്ചി ഇടുന്നുണ്ട് ഒരേപോലെ തന്നെ നോക്കി. ഒരു വട്ടോടാണ് ഗായ്സ്. കൊളാണ്. എനിക്ക് മൈലേജ് ഒന്നും ഇടാൻ കഴിച്ച് അറിയത്തില്ല. ചെറുതാക്കണമായിരുന്നു, എന്റെ വലുതായി പോയി. നോക്കട്ടെ ചേച്ചിടാ, നോക്കട്ടെ. വാവ്, നല്ല രസമുണ്ട്. പല്ലു എന്താണ് ഇവിടെ കാണിക്കുന്നത്? കാണിക്കൂ കുട്ടി. ബ്ലറായിരിക്കുന്നു, വെച്ച് ഫോക്കസ് ആയിട്ട്. ചേച്ചി കാണിച്ചേ.
ഞാൻ അതിങ്ങനെ വരച്ചിട്ട് ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. പാറു ചേച്ചി ഫയർഡാ സൂര്യനെ പോലെ വരച്ചിട്ട് അത് ജോയിൻ ചെയ്തു. എന്റെ വേറെ വലുതായി പോയി. പൊന്നു ആൻഡ് പാറു ആണ് അടിപൊളിയായിട്ട് മെഹന്തി ഇടുന്നത് നമ്മളൊക്കെ. സോ ഇതാണ് പാറു ചേച്ചി ഇട്ട മൈലാഞ്ചി ആൻഡ് ഇതാണ് പല്ലു ഇട്ട മൈലാഞ്ചി, പല്ലവി ഇട്ടത്. പിന്നെ ഇതാണ് പൊന്നു ഇട്ടത് മൈലാഞ്ചി ആൻഡ് ഇതാണ് ഞാൻ ഇട്ട മൈലാഞ്ചി. കൂട്ടത്തിൽ എൻ്റെയും പല്ലവിയുടെയാണ് കാണാൻ ഒരു രസമില്ലാത്തതും. കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് പാറു ചേച്ചിയുടെയും പൊന്നുവിൻ്റെയാണ്. സോ ഞങ്ങളാണെങ്കിൽ പിന്നെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ഷോ കാണിക്കുക. പിന്നെ മൈലാഞ്ചിക്കൊരു പ്രശ്നമുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് നിർത്താൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടിയും ബ്രൈഡിനെ സെറ്റാക്കുമായിരുന്നു. ബ്രൈഡിനെ കാലിൽ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു, കയ്യിൽ ചേച്ചി നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു. അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുമായിരുന്നു ഞങ്ങൾ പിന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നാളെ നല്ല ഗ്ലോ ആയിട്ടിരിക്കണം. നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് അവിടെ നിൽക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ ഫേസ് പാക്ക് ഇടുകയാണ്. ആ വീട്ടിലുള്ളവരെല്ലാവരും, ഞാൻ, പൊന്നു, ഷാദാമ, പല്ലവി എല്ലാവരും ഇട്ടു. ഫൈനലി ബ്രൈഡിൻ്റെ അനിയന് പോലും ഞങ്ങൾ പാതിരാത്രി 1 മണിക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. ഇനി നാളെ എൻഗേജ്മെൻറ്റും കുറേ വിശേഷങ്ങളുമായിട്ട് നമ്മൾ പാർട്ട് 2 വരുവാണ്. എൻഗേജ്മെൻറ്റ് ഡേ വ്ളോഗ് പാർട്ട് 2 വരും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച്. ബൈ.